Hi all, welcome to TOS Academy. സെറ്റ് എക്സാമിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ LBS റിലീസ് ചെയ്ത ടൈമാണ്. എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്തു കാണും. ഇനിയും അപ്ലൈ ചെയ്യാത്തവർ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. സോ അത്യാവശ്യം എല്ലാവരും പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഒരു ഷോർട്ട് കട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒക്ടോബർ മാസമാണ് ആൻഡ് ജാനുവരിയിൽ നമുക്ക് എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ പ്രിപ്പറേഷൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒക്ടോബറിൽ ഹാർഡ്ലി 1 വീക്കും കൂടെ ഉള്ളൂ. അപ്പോൾ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 month സ്റ്റഡി പ്ലാൻ നോക്കാം. അതായത് ഇപ്പം ഈവൻ ഇഫ് വി ഹാവ് ഫ്യൂ മോർ ഡേയ്സ് ഇൻ ഒക്ടോബർ ഒരു 2 month സ്റ്റഡി പ്ലാൻ കാറ്റഗറിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് പേരൊക്കെ അത്യാവശ്യം പോർഷൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഈ കാറ്റഗറിയിലുള്ളവർക്ക് അത്യാവശ്യം റിവിഷനുള്ള ടൈം ഉണ്ടാകും. അപ്പോൾ അവരെങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു സ്റ്റൈലിൽ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ മുന്നോട്ട് പോവുക ആൻഡ് പ്രോപ്പറായിട്ട് റിവിഷനൊക്കെ ടൈം കൊടുത്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണ്. നൗ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സർട്ടൻ ടിപ്സാണ് നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടു ദ പോയിൻറ്റ് ഇൻഫോർമേഷൻ ആണ്. അതായത് നൗ ടു ദ പോയിൻറ്റ് പ്രിപ്പറേഷൻ ആണ് ഇവിടെ വേണ്ടത്. സ്പെസിഫിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം. പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇനി അധികം ടൈമൊന്നുമില്ല, അതുകൊണ്ടിട്ട് എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതും ഈ ഷോർട്ട് ടൈമിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഇനി നമുക്കറിയാം ടൈം കുറച്ചേ ഉള്ളൂ. സോ നമുക്ക് ഡൈവേഴ്സ് സ്റ്റഡിക്കുള്ള ടൈമില്ല. ഒരുപാട് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത് പഠിക്കാം അത് പഠിക്കാം എന്നൊക്കെ ആലോചിച്ച് ടൈം കളയാനായിട്ടുള്ള ടൈം നമ്മുടെ കയ്യിലില്ല. സോ സ്റ്റിക്ക് ഓൺ ടു സ്പെസിഫിക് ബുക്സ്. സിംപ്ലിഫൈഡ് റിസോഴ്സസ് ആണ്. അതായത് ഇപ്പം നമ്മൾ പ്ലാൻ ഫിസിയോളജി ആണെങ്കിൽ എസ് ചന്ദിൻ്റെ പ്ലാൻ ഫിസിയോളജി ടെക്സ്റ്റ് എടുക്കുക, കോളേജ് ബോട്ടണി എടുക്കുക. അങ്ങനെ ഓരോ സ്പെസിഫിക് ടോപ്പിക് അനുസരിച്ച് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ബുക്ക് നോക്കി പഠിക്കുക. അല്ലാണ്ട് ഒരുപാട് ബുക്കുകളൊക്കെ എടുത്ത് അങ്ങനെ വായിച്ച് ടൈം കളയാണ്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മിറാക്കിൾ തന്നെയാകാം വിച്ച് ക്യാൻ ഹെൽപ്പ് യു ടു ക്വാളിഫൈ സെറ്റ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കിയതിന് ശേഷം റോങ് ഓപ്ഷൻസും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഈ റോങ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലാണ് അത് കറക്റ്റായിട്ട് വരുന്നത്, അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് എല്ലാ ഓപ്ഷൻസും പ്രോപ്പറായി അനലൈസ് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഏരിയാസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് മോക്ക് ടെസ്റ്റ്. അറ്റൻഡ് മോക്ക് ടെസ്റ്റ്. അത് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വേണമെന്നില്ല. HSST, കേട്ടറ്റ്, അതുപോലെ നമ്മുടെ സിലബസിലെ ടോപ്പിക് അനുസരിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ആ ടോപ്പിക് ഒന്ന് ഗൂഗിൾ ചെയ്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് തിങ് ഇസ് റിവിഷൻ. അപ്പോൾ നമുക്ക് ഇനി റിവിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ടൈം കൊടുക്കേണ്ട തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. അപ്പം റിവിഷൻ ഇല്ലാണ്ട് പോയിട്ട് എക്സാം എഴുതിയിട്ടൊരു കാര്യവുമില്ല. സോ നമ്മളെന്താണ് റിഫ്രഷ് തിങ്സ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഈ ഒരു കുറച്ച് ടൈം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേഷനാണ് വേണ്ടത്. അപ്പോൾ ഹാർഡ് വർക്കും ഡെഡിക്കേഷനോടുകൂടെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ദാറ്റ് വി ക്യാൻ ഈസിലി ക്വാളിഫൈ ദ സെറ്റ് എക്സാം. സോ നമ്മൾ സെറ്റ് ബോട്ടണിയുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി 6 യൂണിറ്റുകളാണുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റാണ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 1 ആൻഡ് ദ സെക്കൻഡ് യൂണിറ്റ് ഇസ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 2. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ക്ലാസിക് ബോട്ടണി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇനി യൂണിറ്റ് 3 എന്ന് പറയുന്നത് പ്ലാൻ ഫിസിയോളജിയാണ്. ആൻഡ് ദ യൂണിറ്റ് 4 ഇസ് മോളിക്കുലാർ സെൽ ബയോളജി ആൻഡ് ഹെറിഡിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ജെനറ്റിക്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്, മോളിക്കുലാർ ബയോളജിയും ഉണ്ട്. ഇനി ആൻഡ് ദ നെക്സ്റ്റ് യൂണിറ്റ് എക്കോളജിയാണ്. എക്കോളജിക്ക് ശേഷം വരുന്നത് അപ്ലൈഡ് ബോട്ടണിയാണ്. ഇതാണ് 6 യൂണിറ്റ്. യൂണിറ്റ് 1 ഇസ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 1. യൂണിറ്റ് 1ൽ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ഉണ്ട്. ആൻഡ് ഇതിൽ വരുന്ന മോഡ്യൂൾസ് ആണ് ആൽഗെ, ഫഞ്ചൈ, ലൈക്കൻ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ആൻഡ് ജിംനോസ്പേം. ആൻഡ് ഈ പറയുന്ന മോഡ്യൂൾസിൽ നിന്നും കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് ജനറൽ ക്യാരക്ടേഴ്സ് ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആൽഗെ നോക്കിക്കഴിഞ്ഞാൽ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ, അതേപോലെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ്, അതിനോടൊപ്പം തന്നെ ഫ്രഷ് വാട്ടർ ആൽഗെ ഏതാണ്, അതേപോലെ മെറൈൻ ആൽഗെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെയൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്.
നൗ ഫഞ്ചൈ എടുത്തു കഴിഞ്ഞാൽ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. അതേപോലെ ഫംഗൽ റീപ്രൊഡക്ഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നൗ ഡിഫറെൻറ്റ് സ്പോർട്സ് ഫംഗൽ റീപ്രൊഡക്ഷനിൽ വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പക്സീനിയയുടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പോർട്സും ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഇനി ലൈക്കൻ എടുത്തു കഴിഞ്ഞാൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ലൈക്കനിൽ വരുന്നത്. ബ്രയോഫൈറ്റിൽ അനാറ്റമി ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്, അതായത് താലസിൻ്റെ അനാറ്റമി. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റിക്സിയ, മാർക്കാൻഷ്യ, ആന്തോസെറോസ് ആൻഡ് ഫ്യൂണേറിയയാണ്. ഇവരുടെ താലസിൻ്റെ അനാറ്റമി കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. റൈസോയിഡ് നേച്ചറും താലസിലുള്ള ലെയേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഐഡൻറ്റിഫയിങ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നോട്ട് ചെയ്ത് വെക്കുക. നൗ അടുത്തതാണ് പിന്നെ ബ്രയോഫൈറ്റിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ ക്ലാസ്സുകളുടെയും എക്സാമ്പിൾസ്. ഇപ്പം നമ്മൾ ഓരോ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഹെപ്പാറ്റിക്കോപ്സിഡ, പിന്നെ ആന്തോസെറോടോപ്സിഡ, ബ്രയോപ്സിഡയിലൊക്കെ വരുന്ന മെമ്പേഴ്സിൻ്റെ പേരുകൾ, എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇസ് ചെറിഡോഫൈറ്റിൽ സ്റ്റീലാർ ഡെവലപ്മെൻറ്റ്, സ്റ്റീലും അതേപോലെ തന്നെ ടീലോം തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. ടീലോം തിയറിയിൽ ബേസിക്കലി ഓർഡർ ഓഫ് ദി ടീലോം പ്രോസസ്സ്, അത് ആണ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് സ്റ്റീലാർ ഡെവലപ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഇൻ ടെറിഡോഫൈറ്റ്സ്. നൗ ജിംനോസ്പേം എടുത്തു കഴിഞ്ഞാൽ ജിംനോസ്പേംസിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ സൈക്കസ് ആൻഡ് പൈനസ് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക, അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നീറ്റം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. നൗ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കോമൺ നെയിം വിത്ത് സയൻറ്റിഫിക് നെയിം. കോമൺ നെയിം തന്നിട്ട് സയൻറ്റിഫിക് നെയിം ചോദിക്കാം, അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം തന്നിട്ട് കോമൺ നെയിം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ആൽഗെ, ഫഞ്ചൈ, ബ്രയോഫൈറ്റ്, ലൈക്കനിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോമൺ നെയിം വിത്ത് സയൻറ്റിഫിക് നെയിം. സിംഗിൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ബാക്ടീരിയ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാക്ടീരിയ ചോദിക്കാം. അതേപോലെ റീപ്രൊഡക്ഷൻ ആൻഡ് ജനറ്റിക് എക്സ്ചേഞ്ച്, അതിൽ കോൺജുഗേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് ഇസ് വൈറസിൻ്റെ സ്ട്രക്ചർ ഓഫ് വൈറസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് റിട്രോവൈറസ് ഇസ് ഇമ്പോർട്ടൻ്റ് ഏരിയ. ജസ്റ്റ് അതെന്താണ്, അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. സോ അടുത്തതാണ് യൂണിറ്റ് 2, ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 2. യൂണിറ്റ് 2-ലെ ആദ്യത്തെ മോഡ്യൂളാണ് മോർഫോളജി. ഇൻ മോർഫോളജി വി ഹാവ് മോർഫോളജി ഓഫ് സ്റ്റെം, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട് ആൻഡ് ഇൻഫ്ലോറസൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് മോർഫോളജി. മോർഫോളജിയിൽ നമുക്കിപ്പോൾ ഒരു സ്പെഷ്യൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇൻഫ്ലോറസെൻസസ് ആൻ ഇമ്പോർട്ടൻ്റ് ഏരിയ. അപ്പോൾ ഇൻഫ്ലോറസെൻസിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരല്ലാണ്ട് ദർ ആർ സ്പെഷ്യൽ നെയിംസ്. ലൈക്ക് ഒരു സ്കോർപ്പിയോയിഡ് സൈം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് റൈഫീഡിയം. അതേപോലെ ഹെലിക്കോയിഡ് സൈം നോൺ ആസ് ഡ്രഫാനിയം, പിന്നെ സിൻസിനസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നൗ നെക്സ്റ്റ് ഇസ് ഫാമിലി ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. സർട്ടൻ ഫാമിലി ക്യാരക്ടേഴ്സ് വന്നിട്ട് ഏത് ഫാമിലി ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും, ഒരു ഫാമിലി തന്നിട്ട് അതിൻ്റെ ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഫാമിലി ക്യാരക്ടേഴ്സ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇനി എക്കണോമിക് ബോട്ടണി എടുത്തു കഴിഞ്ഞാലോ, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് സിലബസിൽ തന്നിട്ടുണ്ട്. ആ മെൻഷൻഡ് പ്ലാന്റുകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പാർട്ട് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് ഫാമിലിയിൽ നിന്നാണ് എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പഠിച്ചു പോവുക. അടുത്തത് എത്തനോബോട്ടണിയാണ്. എത്തനോബോട്ടണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബൊട്ടാനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ, അതേപോലെ ട്രൈബൽ പീപ്പിൾ ഏതൊക്കെ റീജിയണൽ ഡിസ്ട്രിബ്യൂഷനാണ്, എവിടെയൊക്കെയാണ് അവർ സർവൈവ് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഹിസ്റ്റോളജി എടുത്താലോ, പ്ലാന്റ് ടിഷ്യൂ ആസ് വെൽ ആസ് അനോമലസ് സെക്കൻഡറി തിക്കനിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മൈക്രോ ടെക്നിക്കിൽ ഫിക്സേറ്റീവ്സ്, സ്റ്റെയിൻസ്, മൈക്രോട്ടോം, സ്റ്റെപ്സ് ഇൻ പെർമനൻറ്റ് സ്ലൈഡ് പ്രിപ്പറേഷൻ ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ. ഇനി റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മെഗാസ്പോറോജെനസിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മൈക്രോസ്പോർ ഡെവലപ്മെൻറ്റും മെഗാസ്പോർ ഡെവലപ്മെൻറ്റും. അതേപോലെ ടൈപ്സ് ഓഫ് എംബ്രിയോ സാക്ക് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇനി ഫെർട്ടിലൈസേഷൻ ആൻഡ് പോളിനേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇനി റീപ്രൊഡക്റ്റീവ് ബോട്ടണിയിൽ കുറച്ച് കോമൺ ആയിട്ട് വരുന്ന ജനറൽ ടോപ്പിക്സ് ഉണ്ട്, ലൈക്ക് പോളി എംബ്രിയോണി, പാർത്തനോകാർപ്പി, അപ്പോമിക്സിസ് ഒക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കി വയ്ക്കുക. നൗ തേർഡ് യൂണിറ്റ് ആണ് പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സെറ്റിൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ യൂണിറ്റ് ആണ് പ്ലാന്റ് ഫിസിയോളജി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം, അതായത് ഇമ്പോർട്ടൻ്റ് ഏരിയകൾ മാത്രം സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം.
ആൻഡ് ഇവിടെ മോഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ റോൾ ഓഫ് ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് ആൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്പോർട്ടാണ് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ. റോൾ ഓഫ് ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്, അതായത് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന സിംറ്റംസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി മോഡ്യൂൾ 2 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതായത് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ആൻഡ് നൈട്രജൻ മെറ്റബോളിസം ആണ് മോഡ്യൂൾ 2 വരുന്നത്. ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷനിൽ വരുമ്പോൾ C3 ആൻഡ് C4 സൈക്കിൾ നമ്മുടെ ഫോട്ടോ റെസ്പിറേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുക. റെസ്പിറേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, ഗ്ലൈക്കോളിസിസ്, TCA സൈക്കിൾ, ടെർമിനൽ ഓക്സിഡേഷൻ, ഗ്ലയോക്സിലേറ്റ് പാത്വേ ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നൈട്രജൻ മെറ്റബോളിസം എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ജീൻസ് ഇൻവോൾവ് ഉണ്ട്, അതൊക്കെ ഒന്ന് അതിൻ്റെ ഫങ്ഷണൽ റോൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മോഡ്യൂൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫ്ലോറൽ ഡെവലപ്മെൻറ്റ് ആണ്. അതേപോലെ തന്നെ വരുന്ന ഫൈറ്റോ ഹോർമോൺസ്, ഫൈറ്റോക്രോംസ്, സീഡ് ജെർമിനേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മോഡ്യൂൾ 6, 7, 8, 9 എന്ന് പറയുന്നത് ബയോ കെമിസ്ട്രിയിൽ വരുന്ന മോഡ്യൂളുകളാണ്. ബയോ കെമിസ്ട്രിയിൽ നമുക്ക് pH ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ്സ് ആൻഡ് ലിപ്പിഡ്സ്. കാർബോഹൈഡ്രേറ്റ്, അമിനോ ആസിഡ്, ലിപ്പിഡിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതിയാകും. ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക് പഠിച്ചാൽ മതിയാകും. ഇനി മോഡ്യൂൾ 11 എടുത്തു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് എൻസൈം കൈനറ്റിക് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ബയോ കെമിസ്ട്രിക്ക് ശേഷം വരുന്ന മോഡ്യൂളാണ് മോഡ്യൂൾ 13. മോഡ്യൂൾ 13 ക്രൊമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ്, മൈക്രോസ്കോപ്പ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പോൾ ക്രൊമാറ്റോഗ്രഫിയിൽ ബേസിക്കലി നമുക്ക് വരുമ്പോൾ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി, അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫി ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കുക. ഇലക്ട്രോഫോറസിസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കുക. ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോക്കി വയ്ക്കുക. നൗ മോഡ്യൂൾ 14 ആണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് മീഡിയൻ മോഡ്. നൗ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, Z, T ആൻഡ് കൈ സ്ക്വയർ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുലാസ് ഒക്കെ മാത്രം നോക്കി വെച്ചാൽ മതി. പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള രീതിയൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരത്തില്ല. ജസ്റ്റ് ദ ഫോർമുലാസ് ഏതൊക്കെയാണ് ഫോർമുല എന്നൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് നോക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് 4 മോളിക്കുലാർ സെൽ ബയോളജി ആൻഡ് ഹെറിഡിറ്റി. യൂണിറ്റ് 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യൂണിറ്റ് 4 വരുമ്പോൾ ആദ്യത്തെ മോഡ്യൂളാണ് സെൽ ആൻഡ് സെൽ ഓർഗനൽസ്. അപ്പോൾ മോഡ്യൂൾ 1 സെൽ ഓർഗനൽസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ പോർഷൻസ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതേപോലെ ഓരോ സെൽ ഓർഗനൽസിൻ്റെയും ഫങ്ഷൻ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഓർഗനൽസ് നോട്ട് ചെയ്ത് വെക്കുക. മോഡ്യൂൾ 2 മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മോഡ്യൂൾ 5 ആൻഡ് 6 എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്നതാണ് DNA റെപ്ലിക്കേഷൻ ആൻഡ് റിലേറ്റഡ് തിങ്സ്. അപ്പോൾ DNA ആൻഡ് ക്രോമോസോം സ്ട്രക്ചർ, DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ആൻഡ് പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അത് മോഡ്യൂൾ 5ലും 6ലുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് എന്തായാലും ഒഴിവാക്കാണ്ട് തന്നെ പഠിച്ചു പോകുക. അടുത്തത് മോഡ്യൂൾ 8, 9 ആൻഡ് 10. അവിടെ വരുന്ന പോർഷനാണ് ജെനറ്റിക്സ്. ജെനറ്റിക്സിൽ മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതേപോലെ എക്സ്റ്റൻഷൻ ഓഫ് മെൻഡൽസ് ലോ, സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ ചോദിക്കാം. തിയറി അല്ലാണ്ട് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവറിൽ പ്രോബ്ലംസും ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവറിൻ്റെ പ്രോബ്ലംസ് ഒന്നും ചോദിച്ചിട്ടില്ല, ബട്ട് ദർ ആർ ചാൻസസ്. അപ്പോൾ പ്രോബ്ലംസും ജസ്റ്റ് 1-2 പ്രോബ്ലംസും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് പോപ്പുലേഷൻ ജെനറ്റിക്സ് ആണ് വരുന്നത്. പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അപ്പം തിയറി അല്ലാണ്ട് അതിനോടൊപ്പം തന്നെ പ്രോബ്ലംസും പ്രാക്ടീസ് ചെയ്യുക. ജീൻ ഫ്രീക്വൻസി, അതേപോലെ പോപ്പുലേഷൻ ഇക്വിലിബ്രിയത്തിലാണോ, അതേപോലെ തന്നെ ജീനോടൈപ്പ് ഫ്രീക്വൻസി ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക. നൗ നെക്സ്റ്റ് ഇസ് മോഡ്യൂൾ 11. മോഡ്യൂൾ 11 ഇമ്മ്യൂണോളജി ആണ്. ഇമ്മ്യൂണോളജിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലൈക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡി പ്രിപ്പറേഷൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു സെയിം പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചു വരുള്ളൂ. എക്സ്ട്രാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു വയ്ക്കുക. ഇമ്മ്യൂണോളജി അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അടുത്തതാണ് യൂണിറ്റ് 5 എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഈസി യൂണിറ്റ് ആണ്. വേഗം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5. അപ്പോൾ യൂണിറ്റ് 5 എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 days കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും.
ഇനി യൂണിറ്റ് 5 ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. മോഡ്യൂൾ 1 എടുത്തു കഴിഞ്ഞാൽ എക്കോളജിക്കൽ പ്രോസസ്സസ് ലൈക്ക് എനർജി ഫ്ലോ, എക്കോളജിക്കൽ പിറമിഡ്സ് ആൻഡ് എക്കോളജിക്കൽ സക്സഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ വരുന്ന മോഡ്യൂൾ 2 ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് ഇസ് പ്രൊഡക്ഷൻ റേറ്റ് ഇൻ വേരിയസ് എക്കോസിസ്റ്റം. ഇപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അതേപോലെ ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്, ഓപ്പൺ ഓഷ്യൻ. അപ്പോൾ ഏതാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സോ പ്രൊഡക്ഷൻ റേറ്റ് ഇൻ വേരിയസ് എക്കോസിസ്റ്റം നോക്കി വയ്ക്കാം. ഇനി ആൽഫ, ബീറ്റ, ഗാമ ഡൈവേഴ്സിറ്റി അല്ലാണ്ട് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി കണ്ടുപിടിക്കാനുള്ള മറ്റ് ഫോർമുലാസും ഉണ്ട്, ലൈക്ക് സിംസൺ ഇൻഡെക്സ് ഒക്കെ. അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇനി അടുത്തതാണ് മോഡ്യൂൾ 3, 4 ആൻഡ് 5. മോഡ്യൂൾ 3, 4 ആൻഡ് 5 പൊല്യൂഷൻ, environmental issues and conservation and preservation of environment and different programs on environmental assessment. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിനോടൊപ്പം തന്നെ ഈ പൊല്യൂഷൻ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ഇപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതേപോലെ തന്നെ വരുന്നത് ഗ്ലോബൽ വാർമിംഗ്, ഏത് ഗ്യാസ് ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പിന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഇനി നമ്മൾ കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, ബയോസ്പിയർ റിസർവ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് കൺസർവേഷനിൽ വരുമ്പോൾ റോൾ ഓഫ് IUCN, നെക്സ്റ്റ് ഇസ് സ്പീഷീസിൻ്റെ കൺസർവേഷനിൽ വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. ആൻഡ് എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ് പ്രോഗ്രാംസുകളും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഏരിയയാണ്. ഏത് ഇയറിലാണ്, എവിടെയാണ് ഈ പറയുന്ന കൺവെൻഷനൊക്കെ നടന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇനി മോഡ്യൂൾ 8 എടുത്തു കഴിഞ്ഞാൽ തിയറീസ് ഓഫ് എവല്യൂഷനും സ്പീസിയേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ദ ലാസ്റ്റ് യൂണിറ്റ്, ദാറ്റ് ഈസ് യൂണിറ്റ് 6, അപ്ലൈഡ് ബോട്ടണി. അപ്ലൈഡ് ബോട്ടണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് 6ഉം കുറച്ച് നന്നായിട്ട് നോക്കുക. അപ്പോൾ ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ബയോടെക്നോളജിയാണ്. ഇവിടെ മൈക്രോ പ്രൊപ്പഗേഷൻ, അതായത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇവിടെ സൊമാറ്റിക് എംബ്രിയോജെനസിസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓർഗാനോജെനസിസ്, അതേപോലെ സൊമാക്ലോണൽ വേരിയേഷൻ, ഹെയറി റൂട്ട് കൾച്ചർ, ക്രയോ പ്രിസർവേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. യൂണിറ്റ് 6 വരുന്ന മറ്റൊരു മോഡ്യൂളാണ് മോളിക്യുലാർ ടെക്നിക്സ്. അതിൽ വരുമ്പോൾ PCR, DNA മാർക്കർ ടെക്നിക്സ്. DNA മാർക്കർ ടെക്നിക്സിൽ വരുമ്പോൾ RFLP, RAPD, AFLP, SNPs, RNAi ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഇനി അടുത്തതാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോ ഇൻഫോർമാറ്റിക്സും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. അപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വരുമ്പോൾ ഓൾ ദ ബയോളജിക്കൽ ഡാറ്റാബേസസ് നോക്കണം. ന്യൂക്ലിയോട്ടൈഡ് ഡാറ്റാബേസസും അതേപോലെ പ്രോട്ടീൻ ഡാറ്റാബേസസും നോക്കുക. ഏതൊക്കെയാണ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിയോട്ടൈഡ് ഡാറ്റാബേസസ്. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ ഡാറ്റാബേസസ് ഒക്കെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ലൈക്ക് ഓർഗാനിസം ലെവലിൽ മൈക്രോബിയൽ ഡാറ്റാബേസസ്, പ്ലാന്റ് ജീനോമിന് ഡാറ്റാബേസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. ഇനി ടൂൾസ് ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ്, നമ്മുടെ ബ്ലാസ്റ്റ്, ഫാസ്റ്റ, ക്ലസ്റ്റാൾ, മെഗാ, ഫൈലിപ്പ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അതെന്തൊക്കെയാണ്, അതിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കണം. ഇനി അടുത്തതാണ് പ്ലാൻ ബ്രീഡിംഗ്. പ്ലാൻ ബ്രീഡിങ്ങിൽ ഇൻബ്രീഡിംഗ്, പോളിപ്ലോയിഡി ബ്രീഡിംഗ് ആൻഡ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ സീഡ് സർട്ടിഫിക്കേഷൻ, പ്ലാൻ ബ്രീഡേഴ്സ് റൈറ്റ് ആൻഡ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി പോളിസിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലാൻ ബ്രീഡേഴ്സ് റൈറ്റ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നിന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് പ്ലാൻ ബ്രീഡിംഗ്, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ നാഷണൽ ആൻഡ് ഡിഫറെൻറ്റ് റീജിയണൽ ലെവലിൽ പ്ലാൻ ബ്രീഡിംഗ് സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ റബ്ബർ ബോർഡുണ്ട്, കോഫി ബോർഡുണ്ട്. അത് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിക്കാം. അതേപോലെ NBPGR എവിടെയാണ്, പിന്നെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എവിടെയാണ്. അപ്പോൾ അങ്ങനെ റീജിയണൽ ആയിട്ടുള്ളതും നാഷണൽ ലെവലിലുള്ളതും ആയിട്ടുള്ള പല ബ്രീഡിംഗ് സെൻറ്റേഴ്സ്, ക്രോപ്പ് ബ്രീഡിംഗ് സെൻറ്റേഴ്സും അതേപോലെ തന്നെ സീഡ് സർട്ടിഫിക്കേഷൻ സെൻറ്റർ, ക്വാറന്റൈൻ വേണ്ടിയിട്ടുള്ള സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതാണ് പ്ലാൻ ഡിസീസ് ആൻഡ് മാനേജ്മെൻറ്റ്, വിച്ച് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പ്ലാൻ ഡിസീസ് ആൻഡ് മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പല ഡിസീസുകൾ തന്നിട്ടുണ്ട്. ആൻഡ് വി ക്യാൻ എക്സ്പെക്ട് മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. അപ്പോൾ ഏതാണ് പാത്തജൻ തന്നിട്ട് നമുക്ക് പാത്തജൻ തന്നിട്ട് ഏതാണ് ഡിസീസ് എന്നുള്ള കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസോ, അല്ലെങ്കിൽ ഡിസീസ് തന്നിട്ട് ഏതാണ് ആ പാത്തജൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ ഇപ്പം നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഓർഗാനിസങ്ങൾക്കും
പല സ്പെഷ്യൽ സിംറ്റംസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വൈറൽ ഡിസീസ് എടുത്തു കഴിഞ്ഞാൽ മൊസൈക്ക്, അതേപോലെ കേളിംഗ്, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഒക്കെയാണ് വൈറൽ ഡിസീസ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ മൊസൈക്ക് ഇസ് എ സിംറ്റം ഓഫ് വിച്ച് പാത്തജൻ, അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറസ് ആണെന്നറിയാം. അതേപോലെ സ്മട്ട് ആൻഡ് റസ്റ്റ് ഇസ് എ സിംറ്റം കോസ്ഡ് ബൈ വിച്ച് കോസിറ്റീവ് ഓർഗാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫഞ്ചൈ ആണ്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളും സിംറ്റം ബേസ്ഡ് ആയിട്ടുള്ള പാത്തജൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസും യൂണിറ്റ് 6 നിന്ന് ചോദിക്കാം. യൂണിറ്റ് 6 ഇസ് കമ്പാരിറ്റീവ്ലി ആൻ ഈസി യൂണിറ്റ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. So that's all about now. Thank you from TOS Academy.